ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ ഈസി ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് കാണിക്കുന്നത്. ബ്രെഡും മാങ്ങയും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 5-10 മിനിറ്റ് മതി. പക്ഷേ അത് സെറ്റ് ചെയ്യാൻ മീൻസ് നമ്മളത് പുഡിങ് പോലെ ഉറക്കാനൊന്നും വെക്കുന്നില്ല. പക്ഷെ ഒന്ന് തണുത്ത് കിട്ടണം, എന്നാൽ മാത്രമേ അത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവൂ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഈസി ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മാങ്ങ മതിയാവും ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ. ഇപ്പോൾ നാട്ടിലൊക്കെ നല്ല മാങ്ങാക്കാലമല്ലേ. ഇപ്പോൾ ഞാനിത് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ള മാങ്ങയാണ്. ഏത് മാങ്ങ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം, ടേസ്റ്റ് ഉള്ള കേട്ടോ, അധികം പുളിയുള്ളതല്ല. ഇപ്പോൾ നന്നായിട്ട് തന്നെ പഴുത്ത മാങ്ങയാണ്. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് തൊലി ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് മാറ്റി വെക്കാം കേട്ടോ. മാംഗോൻ്റെ പ്യൂരി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ചേർത്തിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 4 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അതിൻ്റെ അരുഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ആ ബട്ടർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ബ്രെഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അതൊന്ന് ടോസ്റ്റാക്കി എടുക്കണം. 2 ഭാഗം ചെറിയൊരു ഒരു ബ്രൗൺ കളർ ആയി കിട്ടിയാൽ മതി. നന്നായിട്ട് കറുത്ത് പോകുന്നു വേണ്ട. ആ ഒരു ബട്ടറിൻ്റെ ഫ്ലേവർ നന്നായിട്ടൊന്ന് കിട്ടണം. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് നമ്മൾ മാംഗോ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ബ്രെഡ് പെട്ടെന്നൊന്നും കുതിർന്നു പോവില്ല. അതുമല്ല ബട്ടറിൻ്റെ ഒരു നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 എണ്ണമാണ് ആദ്യം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തത്. ബാക്കി 2 എണ്ണം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് മാറ്റി വെക്കുക. ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അത് ചൂടാക്കാൻ വേണ്ടി ഒരു സോസ് പാനിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. മിൽക്ക് മെയ്ഡ് ഞാനിവിടെ ചേർക്കുന്നില്ല, പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു 6-7 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡെസേർട്ട് ആയതുകൊണ്ട് നല്ല മധുരം വേണമല്ലോ, അപ്പോൾ നിങ്ങളുടെ മധുരം പോലെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സാഫ്രോൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. സാഫ്രോണിൻ്റെ ടേസ്റ്റ് നല്ല ഉണ്ടാവും ഇതിൽ. ഇപ്പോൾ സാഫ്രോൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിക്കോളൂ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ സാഫ്രോൺ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക ഇട്ട് കൊടുത്താലും മതിയേ. ഇപ്പോൾ പാലൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പകുതിയായി കിട്ടുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. പാല് ഞാൻ പകുതിയായി കിട്ടുന്നവരെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് മാംഗോ എസൻസും 1/2 ടീസ്പൂണോളം വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലിപ്പ് മിസ്സായി പോയതാണേ, ഒന്ന് ക്ഷമിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ചൂട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ആ മാങ്ങ അരച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുള്ള സമയത്ത് ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്, മാങ്ങ കുക്കായി പോവും. മാങ്ങ കുക്കായി പോയാൽ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് എന്തായാലും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് അറിയാമല്ലോ, നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പം മാങ്ങ കുക്കായി കഴിഞ്ഞാലുള്ള ടേസ്റ്റ്, അത് പച്ചമാങ്ങയായിട്ടും ഇപ്പോൾ നമ്മൾ പഴുത്ത മാങ്ങ ചൂടുപാല് ചേർക്കുകയാണെങ്കിൽ കുക്കായി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നല്ലപോലെ ചൂട് പോയിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഇതിലേക്ക് നമ്മൾ മാങ്ങ അരച്ച് വെച്ചതില്ലേ അത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനൊരു വിസ്ക് വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ടകളൊക്കെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇപ്പം നമ്മുടെ മാങ്ങ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ളത്, നല്ല ലൂസല്ല നല്ല തിക്കുമല്ല, ഒരു മീഡിയം തിക്നെസ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെക്കുക. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കൊന്ന് ബൗളിൽ സെറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇത് നമ്മൾ പുഡിങ്ങിൻ്റെ ട്രേയിൽ സെറ്റ് ചെയ്തെടുക്കുന്ന പോലെ അങ്ങനെ സെറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാൻ ആ ഒരു ബൗളിലേക്ക് നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ച ഒരു ബ്രെഡ് ചേർക്കുകയാണ്. ഇനി ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മാങ്ങ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ഈ ഒരു മിക്സ് നന്നായിട്ട് കുതിർന്നിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് അന്നേരമാണ് കിട്ടുക. ഇതുപോലെ പതുക്കെ പതുക്കെ ബ്രെഡ് അത് കുടിച്ചിങ്ങനെ പൊങ്ങി വരും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഒരുപാട് പേർക്കൊക്കെ സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് വലിയ ഫംഗ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്രെഡ് ചെറിയ ചെറിയ റൗണ്ടായിട്ട് കട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ബൗളിൽ സെർവ് ചെയ്യാനും പറ്റും, കാണാനൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്തിട്ടിച്ച് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ചെറി കട്ട് ചെയ്തതും പിന്നെ പിസ്ത ഒക്കെ കട്ട് ചെയ്തിട്ടിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ പുഡിങ്ങിൻ്റെ ബൗളിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തതാണിത്. പുഡിങ്ങിൻ്റെ ബൗളിൽ ആ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് മാംഗോ മിക്സ് ഒഴിച്ചു കൊടുത്തു. ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അനാറിൻ്റെ സീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി ആയിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്